ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല സ്കിൻ കെയർ വീഡിയോ ആണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൻ കെയർ കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല പോളിഷാക്കി വെക്കുകയും ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ നല്ല യങ്ങറായിട്ട് വെക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒത്തിരി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഫേസ് മാസ്ക് ആണ്, പ്ലസ് ഒരു ഷീറ്റ് മാസ്കും കൂടെയാണ്. നമുക്ക് രണ്ടുമായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ടിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പൈനാപ്പിളിൻ്റെ ജ്യൂസാണ്. അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ നന്നായി ഗ്രേറ്റ് ചെയ്യുക, മിക്സിയിൽ അടിക്കരുത്, ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ, ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. പ്ലാസ്റ്റിക് വേണ്ട. എന്നിട്ട് രാത്രി ഓവർ നൈറ്റ്, അതായത് രാത്രി ഫുൾ വെച്ച് രാവിലെ നമ്മളത് അതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വലി പുളിച്ചിട്ടുള്ളൊരു ജ്യൂസാണ് ആവശ്യം. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മൾ കഞ്ഞിവെള്ളം തന്നെ പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം തലയിൽ തേക്കുന്ന ഒത്തിരി നല്ലതല്ല, അതേപോലെ തന്നെ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക. എല്ലാ ഫേസ് മാസ്കിൻ്റെ കൂടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒത്തിരി നല്ല സംഭവമാണിത്. അപ്പോൾ ഈ ബൗൾ ഞാൻ എടുത്തു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിക്കണം. ഒരു 1 ടേബിൾ സ്പൂൺ. ഓക്കെ, അതുപോലെ ഒഴിക്കുക. അതുപോലെ നന്നായിട്ട് ഒഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹണിയും കൂടെ ചേർക്കുക. ഓക്കെ, അതൊരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് മിനിസോന്ന് വാങ്ങിച്ചൊരു ഫേസ് ഷീറ്റ് മാസ്കിൻ്റെ ടാബ്ലറ്റ്സ് ആണ്. അതൊരു ബോക്സിൻ്റെ അകത്ത് കുറേ കിട്ടും. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ ആ ജ്യൂസിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഫുൾ ജ്യൂസും ടിഷ്യൂ ഫുൾ അബ്സോർബ് ആവും. എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇത് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഡ്രൈ ആവുന്നവരെ വെച്ചിട്ട് കളയുക. രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം, രാത്രിയാണെങ്കിൽ അങ്ങനെ കിടക്കാം, വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. പിന്നെ വൈറ്റമിൻസ് ഒത്തിരി ഉണ്ട്, ബീറ്റാ കാരറ്റിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഫോലേറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്. ഒത്തിരി നല്ലതാണ്. നമ്മൾ സ്കിന്ന് സ്മൂത്തറും സോഫ്റ്ററും യങ്ങറും ആക്കി നിർത്താൻ ഒത്തിരി നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സപ്പോസ് ഈ ഷീറ്റ് മാസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഷീറ്റ് മാസ്ക് കഴിഞ്ഞു. സെക്കൻഡ് വൺ ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെമ്പരത്തിയുടെ പൊടിയാണ്. പിന്നെ വേണ്ട പൈനാപ്പിളിൻ്റെ ജ്യൂസ് സെയിം. പിന്നെ അലോവേര ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ സൺ ടാൻ, ഇപ്പോൾ സമ്മർ അല്ല, അതുകൊണ്ട് സൺ ടാൻ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, റോസ് വാട്ടറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, തൈര്, പാല് എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയും ഈ പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നാടൻ ചെമ്പരത്തിയാണ് വേണ്ട, അതെല്ലാം എടുത്ത് വയ്ക്കുക, വീട്ടിൻ്റെ അകത്ത് വെച്ച് ഉണക്കുക, എന്നിട്ട് അത് പൊടിച്ചെടുത്ത് വയ്ക്കുക. ഓക്കെ, ഒത്തിരി നല്ലതാണ്. ചെമ്പരത്തി എന്ന് പറയുന്നത് നാച്ചുറൽ ബോട്ടോക്സ് ഫ്ലവർ ആണ്. അതായത് ഈ ഫിലിം സ്റ്റാർസൊക്കെ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യും നമ്മുടെ റിങ്കിൾസ് എല്ലാം പോകാൻ വേണ്ടി. അപ്പോൾ ഇത് അതുപോലെ ഒരു അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉള്ളൊരു ഫ്ലവറാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കേണ്ടത്. സ്കിന്ന് നല്ല ക്ലെൻസ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്താണെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമുക്കത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. ഇത് ഡെയിലിയോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സോ യൂസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്തായാലും എനിക്ക് അറിയിക്കണം. ഓക്കെ, ഒത്തിരി നല്ല സാധനമാണ്. നാച്ചുറൽ ബോട്ടോക്സ് ഫ്ലവറാണ്. നമ്മുടെ റിങ്കിൾസ് എല്ലാം ഫുള്ളി മാറ്റും. അപ്പോൾ അതാ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വാഷ് ചെയ്തിട്ട് അങ്ങനെ വന്നതാണ്, തുടച്ചിട്ട് പോലുമില്ല. നല്ലൊരു റിസൾട്ടായിരിക്കും. ശരിക്കും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണത്. നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോയിങ് കിട്ടും, അതേപോലെ തന്നെ ഒരു യങ്ങർ ലുക്കിംഗ് സ്കിൻ എന്ന് പറയില്ല, അത് കിട്ടും നമുക്ക്. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ദിവസം 2 ദിവസം യൂസ് ചെയ്തുകൊണ്ടൊന്നും ഒരു യൂസും ഇല്ല കേട്ടോ. മിനിമം ഒരു 2 വീക്സ് കറക്റ്റായിട്ട് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് യൂസ് ചെയ്യാം. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അത് കാരണം ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ജസ്റ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഇത് പാക്ക് ഡ്രൈ ആവുന്നവരെ വെക്കുക, അല്ലെങ്കിൽ ഷീറ്റ് മാസ്ക് ഡ്രൈ ആവുന്നവരെ വെക്കുക, മാറ്റുക, അത്ര തന്നെ ഉള്ളൂ. ഇത് വാഷ് ചെയ്യുക, കിടക്കുക, ഒരു മോയ്സ്ചറൈസർ. നോക്കി എന്ത് ചേഞ്ച് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്തൊരു ചേഞ്ച് ഉണ്ട് എന്നുള്ളത്. നല്ല ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. ലൈൻസ് എല്ലാം പോയി കിട്ടും. സ്കിന്ന് നല്ല സോഫ്റ്റ്, സ്മൂത്ത്, സപ്പിൾ എന്നൊക്കെ പറയുമല്ലോ, ഒരു ലുക്കായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.